ബാക്കിൽ ആരോ ഉണ്ടല്ലോ. ഒന്നും രണ്ടൊന്നും അല്ലടാ എൻ്റെ പൊന്നെ പിടിച്ച്. ഇപ്പം സ്മാഷസ് ആരാണ് എൻ്റെ പൊന്നെ പിടിച്ച് കുടഞ്ഞു കളഞ്ഞു. ഇത് തന്നെ, ഇതാണ് സാധനം, ഇതാണ് ഞാൻ നോക്കിയിരുന്നത്. വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഫാർ ക്രൈ പ്രൈമലാണ്. അതൊരു സ്കിൽ പോയിന്റ് കിട്ടി, നോക്കട്ടെ. ഒരു ഹെൽത്ത് ബാർ കിട്ടും, അതൊന്നും വേണ്ട. ഇത് മതി. ഇതാണ്, അതായത് നമുക്കിനി സാബർ ടൂത്തിനെയും ബെയറിനെയൊക്കെ ടൈം ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ അപ്പുറത്തെ ലോക്കാണ്, അപ്പോൾ സ്കില്ല് കറക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി ഇതുണ്ടോ, സാബർ ടൂത്തും ബെയറും കൂടെ അൺലോക്കായി. ഹണി ബാഡ്ജറും കേവ് ബിയറും ആണ് ലേറ്റസ്റ്റ് കിടക്കുന്നത് കേട്ടോ, ഏറ്റവും ലാസ്റ്റ് അൺലോക്കാൻ കിടക്കുന്നത്. ഹണി ബാഡ്ജറൊക്കെ സാബർ ടൂത്തിനേക്കാളും വലിയ സാധനം. നൈസ്. ഇനിയിപ്പോൾ നമുക്ക് ബെയറിനെ അല്ലെങ്കിൽ സാബർ ടൂത്തിനെ ടൈം ചെയ്യണം. ടൈം ചെയ്താൽ ഭയങ്കര ഉപയോഗമായിരിക്കും. ഇനി ഇവിടുന്ന് ഞാനിപ്പോൾ ഒരു മിഷൻ കളിച്ചു, അത് കഴിഞ്ഞ് സൈലയുടെ ഒരു മിഷൻ എടുത്തുകൊണ്ട് ഇത് കളിക്കാനായിട്ട് പോവാം. കമോൺ ലെറ്റ്സ് ഗോ. എൻ്റെ മണ്ടേ തന്നെ മിഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഒരു ഹെൽത്ത് ബാർ വേണ്ട, അതിൽ അടുത്ത ഇതിട്ട് ഹെൽത്ത് ബാർ എടുക്കാം നമുക്ക്. നല്ല ഒന്ന് കീറിയിട്ടിരിക്കുന്നു, നോക്കിയേ. ഗ്രാഫിക്സ് ഒക്കെ പൊളിയല്ലേ. ആരാടാ മണത്ത് നോക്കുന്നത്? എൻ്റെ കൂടെ ഒരു കുറുക്കനുണ്ട്, അതാ മണത്ത് നോക്കുന്നത്. അക്സെപ്റ്റ്. മിഷൻ തുടങ്ങി. ഓക്കെ, ഫൈൻഡ് ദ വെഞ്ച ഹണ്ടർ, ഹോൾഡ് വീറ്റ്, യൂസ് യുവർ ഹണ്ടർ വിഷൻ. ഓക്കെ, നമ്മുടെ വെഞ്ചയുടെ ഹണ്ടർ ഇവിടെ ഉണ്ട്, അപ്പോൾ അതിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മൾ ഹണ്ടർ വിഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാക്സ് പറ്റും, ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. മഞ്ഞുള്ള സ്ഥലം. നമ്മൾ ഇത്രയും നാൾ കളിച്ചിട്ട് ഇതുവരെ മഞ്ഞുള്ള. സർവൈവിങ് ദ കോൾഡ്. The northern westers are cold and inhospitable place. In your craft, you won't survive on the free freeze. To survive, light a campfire for clothing in the crafting menu. Okay, നല്ലൊരു ക്ലോത്ത് ക്രാഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാമ്പ് ഫയർ ഇടണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്താണെങ്കിൽ തീ കത്തിച്ച് പോകണം. എന്നാലേ കോൾഡിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ തണുത്ത് മരിച്ചു എന്നാണ് പറയുന്നത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? നൈസ്. ഫിസിക്സ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കുന്ന ഗെയിമാണ്. ഓക്കെ, രക്തം കണ്ട താഴെ ഈ ഗുഹയ്ക്കകത്ത ഡണ്ടൻസ് കേവ്, ഡണ്ടൻസ് ഡെന്ന്, ബോൺ കേവ്. ഈ ഗുഹയ്ക്കകത്ത് നമ്മളെ വെഞ്ച ഹണ്ടർ ഉണ്ടെന്ന് പറയുന്നത്. പോയി നോക്കാം. പുലിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ഈ കേവിൽ കയറുന്ന നേരത്തിനകത്ത് കേവ് ലയൺസ് ഉണ്ടെന്ന വാണിംഗ് വന്നായിരുന്നു. ഉണ്ട്. അതാ നമ്മളെ ബീസ്റ്റ് കൂടെ ഉണ്ട്. അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ അടിച്ച് കൊന്നാൽ മറ്റേ വെള്ളസിംഹം ഓടിയോ, തീയും പിടിച്ച് ഓടിയടാ. ആ പോലെ നിൽക്ക്, പൊക്കളഞ്ഞു. എനിക്ക് പോകേണ്ട വഴി അങ്ങോട്ട് തന്നെ ആണെന്ന് തോന്നുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോവാം. പോയാ അത് ബാക്കിൽ ആരോ ഉണ്ടല്ലോ. ഒന്നും രണ്ടൊന്നും അല്ലടാ എൻ്റെ പൊന്നെ പിടിച്ച്. ഇപ്പം സ്മാഷസ് കൂടി അല്ല, പിന്നെ കുഴിയിലാണ്ട് താഴെ വീണ് ഓടല്ലേ നിൽക്ക്. ബാക്ക് നല്ല ഇട്ടി. ഹീൽ ചെയ്തില്ലെങ്കിൽ ചാവും. ഓരോന്നിനെ കൊന്നിട്ടേക്കുന്നുണ്ടോ ഇവിടെ. ബാ എൻ്റെ ബീസ്റ്റ് ഇത് എവിടെ പോയി കിടക്കണമെന്ന് അറിയാൻ വയ്യ. അത് തീയും പിടിച്ചോണ്ടോടി. ഇവനെന്താ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? പാടാണ്, മരിക്കാൻ നിന്നാണെന്നതുകൊണ്ട്. മറ്റവന് പോടി വരും. എൻ്റെ ബീസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു, അതവിടെ പോയെന്ന് അറിയാൻ വയ്യ. ബീസ്റ്റ് ഉണ്ടായിരുന്നൊരു സമാധാനമായിരുന്നു. കഴിഞ്ഞാ ഇത്രേ ഉള്ളൂ. ചുമ്മാ എന്നെ ചൊറിയാൻ വന്നിട്ടല്ലേ. അല്ല പിന്നെ എന്നോട് അവൻ്റെ കളി. 2 20 പുലി വന്നാലും ഞാൻ കൊല്ലും, അത്രേ ഉള്ളൂ. ഒരു സെക്കൻഡ്, എനിക്കൊരു ബീസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ട് ആ ബീസ്റ്റ് എൻ്റെ കൂടെ വരാതെ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്താ സംഭവം. ഹലോ ഹായ് സാർ, എന്താ പരിപാടി? ഞാൻ കണ്ടില്ല. ഇത്ര വലിയ പ്രശ്നം നടന്ന് മണപ്പിച്ചിരിക്കുക. അപ്പോൾ വാടാ. എനിക്കൊന്ന് മിഷൻ കളിക്കുമ്പോൾ ബീസ്റ്റിനകത്ത് തരാൻ പറ്റൂല എന്ന് തോന്നുന്നുണ്ട്, അതായിരിക്കും. കുഴപ്പമില്ല, ആ ബീസ്റ്റിനേക്കാളും വലിയ ബീസ്റ്റാണ് ഞാൻ, അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് കളിക്കാം. അതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് കളിക്കണ്ടോ. ഈ പുലിനൊക്കെ ഞാൻ കൊന്നതാണോ? ഇതാണ്ട കേബിൾ തന്നെ നമുക്ക് ഇവിടെ ഇതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, ടൈം ചെയ്യാനുള്ളത്. പക്ഷേ നമ്മൾ മിസ് ചെയ്തു, കൊന്നു കളഞ്ഞില്ല രണ്ടിനെയും. കുഴപ്പമില്ല, പുറത്തുനിന്ന് എവിടെയെങ്കിലും കിട്ടും, അപ്പം ടൈം ചെയ്യുക, അതായിരിക്കും നല്ലത്. പോട്ടെ, ഇനി ഇങ്ങോട്ടാ പോകേണ്ടത്. സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ തേടി വന്ന ആൾ ഇവിടെ അടുത്ത് എവിടെയോ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ പുലി ചത്ത് കിടപ്പുണ്ട്. ഞാൻ കൊന്നതല്ല, ഇവിടെ വേറെന്തോ ഡേഞ്ചറും കൂടി ഉണ്ട് ഈ ഓക്കകത്ത്. പോട്ടെ അതാ നമ്മളടതാ. ഓക്കെ, ഒരുപാട് ടൈഗേഴ്സ് ഉണ്ടെന്നാ പറയുന്നത്. എൻ്റെ ബീസിനെ കൊന്നറ. അത് സാബർ ടൂത്തിൻ്റെ സൗണ്ടാണ്. ഞാൻ അതിനെ ടൈം ചെയ്യാൻ പറ്റും നോക്കട്ടെ. സാബർ ടൂത്ത് നമുക്ക് അൺലോക്ക് ആയല്ലോ. പുലിനെയൊക്കെ കൊന്ന് വലിച്ചെറിഞ്ഞു കേട്ടോ. ആരാണെങ്കിലും ടൈം ചെയ്യും ഞാൻ. സാബർ ടൂത്ത് എൻ്റെ പൊന്നെ, അതിൻ്റെ സൈസ് നോക്കിയേ.
സാധാരണ നമുക്ക് പുറത്തുനിന്ന് സാബർ ടൂത്ത് കിട്ടും. ആ കിട്ടി 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 പല്ല് നോക്കടാ, സാബർ ടൂത്തിനെ കിട്ടി. നൈസ്. അതിൻ്റെ ലുക്ക് നോക്കിയ രോമങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. സാധാരണ നമുക്ക് പുറത്തുനിന്ന് സാബർ ടൂത്തിനെ കിട്ടും, പക്ഷെ ആ സാബർ ടൂത്ത് ഇത്ര ഒരു വീര്യമുള്ള സാബർ ടൂത്ത് ആയിരിക്കത്തില്ല. ഇത് നമുക്ക് മിഷൻ്റെ ഇവിടെ കിട്ടിയ സാബർ ടൂത്ത് ആയതുകൊണ്ട് കണ്ട ഒരു വെറൈറ്റി ലുക്കുള്ള സാബർ ടൂത്ത്, അതായത് കുറച്ച് രോമങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിടാ. നമ്മളെ കൊല്ലാൻ വന്ന ബിസിനസ് നമ്മളങ്ങ് ടൈം ചെയ്തെടുത്ത. അല്ല പിന്നെ ഇനി പോയിട്ട് ഞാൻ മറ്റവൻ എന്താ സംഭവം നോക്കട്ടെ. അവിടെ പോയി നോക്കടാ, ലുക്ക് നോക്കടാ, രോമങ്ങളൊക്കെ ഉണ്ടാ. ഭയങ്കര ഒരു ഭീകരതയുള്ള സാബർ ടൂത്ത് അല്ലേ. താങ്ക് യു ബ്രദർ, ഞാൻ വന്നില്ലേ രക്ഷിക്കാം. അത്രേ ഉള്ളൂ. ബോൺ കേവ് കംപ്ലീറ്റഡ്. അപ്പോൾ ആ മിഷൻ നമ്മൾ കാണിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ എന്താ നിൽക്കണം നോക്കിയ മൂടും കാണിച്ച്. ഇവനെന്താടാ അവിടെ നോക്കിയിരിക്കുന്നത് മ്ലാനതയിൽ? പോട്ടെ, നീ ഇപ്പോൾ എങ്ങനെയായാലും ഇതിന് പുറത്തിറങ്ങാനായിട്ട് നോക്കട്ടെ. നമുക്ക് കിട്ടിയ സാബർ ടൂത്ത് നല്ല അടിപൊളി സാബർ ടൂത്താണ്. പുറത്തോട്ടൊന്ന് ഹണ്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കമാൺ. അതുണ്ടില്ലേ, അത് ക്ലബ്ബ് കത്തിച്ചോണ്ട് കിടന്നു. അപ്പോൾ കത്തി അത് കത്തി തീർന്ന് വെളിച്ചം കാണുന്നിട്ട് പുറത്തെത്തും. അപ്പോൾ കറക്റ്റ് കൈ കത്തി തീർന്ന് കൈ പൊള്ളിപ്പോയി. ഗെയിമിൻ്റെ ലോജിക്കും ഗ്രാഫിക്സൊക്കെ സൂപ്പർ. ഇഷ്ടമായി. ഇവിടെ കണ്ട ഇടതുവശത്ത് കോൾഡ് കാണിക്കുന്നത്, അത് മാറണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് തീ എത്തിക്കണം. അവിടെ ആ കോൾഡ് അവിടെ നിന്ന് മാറത്തില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ അവിടുന്ന് ക്ലബ്ബ് എടുത്ത് തീ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം അത് മാറും. അവിടെ നോക്കിക്കോണേ, മാറത്തില്ലേ? പക്ഷെ മാറേണ്ടതാണ്. മാറി 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 മാറി. സൈഡിൽ ആരാടാ അലറുന്നത്? അതോ ഉദംസ്. ഒന്നിനെ സാബർ ടൂത്ത് പിടിച്ചു, ഇവനെ ഞാൻ പിടിക്കും. പാടാടാ. ടേക്ക് ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നോക്കിയേ, ഉദമിനെ കൊന്നു. പക്ഷേ ഈ സാബർ ടൂത്തിനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുക്കാന്ന് വെച്ചാൽ കളിച്ച കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇവനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുക്കാന്ന് വെച്ചാൽ പണി കിട്ടും. അതിനകത്തുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബിസ്റ്റ് എന്ന സാബർ ടൂത്ത്. ഇനി നമുക്ക് ഇതിനെ വെച്ച് ഇവിടെ അടുത്ത് മൃഗങ്ങൾ അവിടെ യാക്കുണ്ട്, അതിനെ അറ്റാക്ക് ചെയ്യാൻ പോകാൻ നോക്കാം. അല്ലാതെ അടുത്തൊരു ക്യാമ്പ് ഫയർ ഔട്ട് പോസ്റ്റ്. അതിന് ഈ ക്യാമ്പ് ഫയർ ഇതാക്കാം, എന്തുവാ കീഴ്പ്പെടുത്തി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇവിടം വരെ ഓടണ്ട. ഇത് ചെയ്താൽ മതി. എന്താ ഫാസ്റ്റ് ട്രാവൽ ചെയ്ത് വരാൻ പറ്റും. പോകുന്ന വഴിക്ക് വല്ല മൃഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനെയും കൊല്ലാം. അതായിരിക്കും നല്ലത്. നോക്കട്ടെ. തീ പിടിച്ചാൽ മഞ്ഞത്ത് പക്ഷിയെ കത്തിച്ച് ഫ്രൈ ആക്കി. പക്ഷി ഫ്രൈ. പൊളി. ഫെദേഴ്സൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അടിച്ച് ചിക്കൻ പീസ് കിട്ടുമെന്ന്. നൈസല്ലേ? പൊക്കോട്ടിന് കിളി അടിച്ച് കത്തിച്ചളഞ്ഞു. ഈ കാലത്തൊക്കെ അവരെങ്ങനെ ജീവിക്കുന്നുണ്ടോ ഇവിടെ? ഹയാക്കൊക്കെ പുതിയ ലൊക്കേഷൻ ഡിസ്കവർ ആയിട്ടുണ്ട്. താഴെ ഉദംസ് ഉണ്ടെന്ന് തോന്നുന്നു. അതാ അടുത്ത മണ്ടന്മാർ. സാബർ ടൂത്ത് മണ്ടല്ലോ അവന്മാരെ ഞാൻ തന്നെ കൊല്ലാം. താഴെ ഇവിടെ ഉദംസ് ഒന്നും വലിയ പ്രശ്നമല്ല. ഹെൽമെറ്റ് ഇട്ട് തീ പിടിച്ചു, കുഴപ്പമില്ല. പോട്ടെ. ഇനി എനിക്ക് കൊല്ലാനായിട്ട് ഹണ്ട് ചെയ്ത് സാബർ ടൂത്ത് എങ്ങനെ ഹണ്ട് ചെയ്ത് നോക്കാനായിട്ടൊരു മൃഗത്തിനെ കിട്ടിയാൽ കൊള്ളായിരുന്നു. ക്ലബ്ബ് അടിക്കട്ടെ. ക്ലബ്ബ് എടുത്തില്ലെങ്കിൽ തീ പിടിച്ച് ചത്തുപോകും നമ്മൾ. കണ്ട കോൾഡ് വന്നിട്ട് ഇടതുവശത്ത് ക്ലബ്ബ്. ഇനിയിപ്പോൾ നമുക്ക് സാബർ ടൂത്ത് വെച്ച് ഹണ്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും കിട്ടണം. ഇവിടെ പോയി ഒരു യാക്ക് നിപ്പുണ്ട്. ഇവിടെ പോയി അറ്റാക്ക്. സാബർ ടൂത്ത് അറ്റാക്ക് ഇടാം. നമുക്ക് കൂടെ പോവാം. ഇവിടെ ഇതെന്താ പിറകെ പോണത്? കയറി എൻ്റെ മണ്ടേ കയറി വലിച്ചിട്. സാബർ ടൂത്തിൽ എന്തോ ഇരിക്കുന്നുണ്ട് കേട്ടോ. പോയി അറ്റാക്ക് ചെയ്യടാ. ഇപ്പം എന്തിനാ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? വയ്യ, പണിയെടുക്കാൻ തീരെ വയ്യ, മടി. എന്താ പറയാ, ഞാനെപ്പോഴേക്കും ഈ കൊല്ല്. ഞാനെപ്പോഴേക്കും സ്ലേറ്റ് എടുക്കട്ടെ. നമുക്ക് റിസോഴ്സസ് നിൽക്കാം. അതിനെ തള്ളി അങ്ങ് എടുത്ത് എറിഞ്ഞു കൊടുത്തു, തെറിച്ചങ്ങ് പോയത്. ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുക്കട്ടെ. സാബർ ടൂത്ത് ഇങ്ങനെ അല്ല കേട്ടോ, മണ്ടേ കയറി അറ്റാക്ക് ചെയ്യും. ഞാൻ അതാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യാം. സൈഡിൽ കോൾഡ് വന്നിട്ടുണ്ട്. ഇവിടെ ക്ലബ്ബ് എടുത്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒക്കെ ചത്തു പോകും. ഈ സാബർ ടൂത്തിനെ അറ്റാക്ക് ചെയ്യാം. നമുക്ക് പോകേണ്ട സ്ഥലം അവിടെയാണ്. വേറെ ആരെങ്കിലും മൃഗങ്ങൾ കിട്ടിയാൽ നമുക്ക് ഒന്നുകൂടി അറ്റാക്ക് ചെയ്ത് നോക്കും. അപ്പോൾ മണ്ടേ കയറി ശരിക്കും മറ്റേ നമ്മളെ സ്ഥലത്തെത്തി. അവിടെ പോയി എനിക്കൊന്ന് നമ്മളെ മാർക്ക് ചെയ്ത ലൊക്കേഷൻ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ക്യാമ്പ് ഫയർ തന്നെ 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 അത്രേ ഉള്ളൂ. 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 2 പേരെ ഒരാളെ കൂടെ സാബർ ടൂത്ത് എടുത്ത് ഫയർ എത്തിക്കട്ടെ. യെസ്, ഫൈനലി ആ ക്യാമ്പ് ഫയർ നമ്മൾ എടുത്തു. ഔട്ട് പോസ്റ്റ് 16 എണ്ണത്തിൽ 3 എണ്ണം നമ്മൾ ക്ലെയിം ചെയ്ത്. ക്ലെയിം ചെയ്താൽ ഉപയോഗം ഇനി കിടന്ന് നടക്കണ്ട. അവിടെ നിന്ന് ഇവിടം വരെ ഈ ഫാസ്റ്റ് ട്രാവൽ ചെയ്ത് ഇങ്ങ് വരാൻ പറ്റും. എളുപ്പമാണ്. കഴിഞ്ഞില്ലേ? ഗ്രാഫിക്സ് ഒക്കെ അടിപൊളി കേട്ടോ. നോക്കി ഇവിടെ വല്ല വെളിച്ചോടുന്നുണ്ട്. സൂപ്പർ. എനിക്കിതല്ല വേണ്ട. സാബർ ടൂത്തിൻ്റെ കുറച്ച് സ്കില്ലുകളുണ്ട്. പിറകെ പോയി മുതുവത്തൊക്കെ കയറി കുടഞ്ഞു വലിച്ച കയറിയുന്ന കുറച്ച് സ്കില്ലുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്നത്. എവിടെ പോയി കാണുന്നില്ലല്ലോ. അവിടെ ഉണ്ടായിരുന്നാ? വെളിച്ചുള്ള സ്ഥലത്ത് പോയി നോക്കട്ടെ. തിരിഞ്ഞിക്കത് ഇങ്ങോട്ട് വേടാ. പിണക്കാണോ? നോക്കി രോമമൊക്കെ കളിച്ചിരിക്കുന്നുണ്ടോ? ഒരു കൈയുടെ അത്ര ഉണ്ടോ പല്ലൊക്കെ.
ഇവിടെ നിന്നിട്ട് വിളിച്ചു നോക്കാം. അയ്യ ലുക്ക് നോക്കടാ. നൈസ്. അവിടുന്ന് വെളിച്ചമുണ്ട്. മണ്ടയിലിതോ മഞ്ഞൊക്കെ വീണിട്ട് അതിൻ്റെ രസം നോക്കി, ഗ്ലാമർ മസിലൊക്കെ നോക്കുക. അടിപൊളി സാധനം. പല്ല് തേക്കത്തില്ലെന്ന് തോന്നുന്നു, മഞ്ഞ കളറ്. ഞാനൊന്ന് പെറ്റ് ചെയ്ത് നോക്കട്ടെ. തീ പിടിച്ച്. പെറ്റിൻ്റെ ഓപ്ഷൻ അവിടെ പോയി. കുറച്ച് മുന്നോട്ട് വിളിക്കട്ടെ ഞാൻ. എടാ സൗണ്ടൊക്കെ നൈസ്. ഇണക്കി വളർത്താൻ പറ്റിയ മൃഗം. ലുക്കൊന്നും ഒരു രക്ഷയില്ല. അടിപൊളി സാധനം. മണ്ടയിൽ മഞ്ഞൊക്കെ വീണ് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ ഇവനെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ വല്ല ആനിമൽസ് ഉണ്ടോ നോക്കട്ടെ അടുത്ത് എവിടെയെങ്കിലും. കാരണം എനിക്ക് ഇതല്ല വേണ്ടത്. ഇവരെ ദേഹത്തൊക്കെ ചാടി കയറി കടിച്ച് കുടഞ്ഞൊരു കളിയുണ്ട്. ഒരു അറ്റാക്കിങ് സ്റ്റൈലുണ്ട്, ഹണ്ടിങ് സ്റ്റൈൽ. അതാണ് എനിക്ക് വേണ്ടത്. അത് കാണാതൊന്നും പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അവിടെ പോയിട്ട് ഇതൊന്നും സാലത്തൊക്കെ എനിക്കെടുത്തിട്ട് കൊല്ലാവുന്ന മരിക്കാൻ വേണ്ടി ജനിച്ച കുറേ പൊട്ടന്മാരാണ്. കഴിഞ്ഞു. അവനെ കൊല്ലരുത്, അവൻ വെഞ്ചാണ്. നമ്മളാളിനെ ഇപ്പോൾ സാപത്ത് തോന്നാനാ കേട്ടെ. എന്താ സൗണ്ട് കേൾക്കുന്നത്? സാപട്ടത്തിനെ കണ്ടവൻ പേടിച്ച് ഓടിക്കളഞ്ഞിട്ട് നമ്മുടെ ആളാടാ പൊട്ടം പരിക്കും. പേടിക്കറ. അവിടെ പോയി ഈ വഴി കൂടെ പോകുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചാൽ ഭാവിയിൽ ഉപകരിക്കും. ഇവിടെ ഒന്നും ഒരു ആനിമലിനെ കാണുന്നില്ലല്ലോ. നോക്കിയ ഒരു കുട്ടിയില്ല ഇവിടെയും കാണുന്നില്ല. ചിലപ്പോൾ മഞ്ഞുള്ള സ്ഥലമല്ലേ, മറ്റേ സ്ഥലത്തുള്ളതാണെങ്കിൽ മഞ്ഞത്ത് അങ്ങനെ ആനിമൽസ് കാണണമെന്നില്ല. എന്നാലും ആരെങ്കിലും കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. അത് ടെസ്റ്റ് ചെയ്യാനായിട്ട്. നോക്കി ആരുമില്ല ഇവിടെ. കോട്ടെ അവിടെ ഒരു സ്ലേറ്റ് കാണുന്നുണ്ട്. അത് ഇടതുവശത്തൊരു ആടുണ്ട്. ആടെങ്കിൽ അവിടെ പോയി ശരി. ആടെങ്കിൽ ആടിനെങ്കിൽ ആടിനെ എന്തെങ്കിലുമൊക്കെ ഹണ്ട് ചെയ്യുന്ന കാണാലോ. ഞാനിതൊക്കെ എടുത്ത് ഈ കല്ലൊക്കെ ഇവിടെ കിട്ടുള്ളൂ. എവിടെ പോടാ ആടിനെ? ഇവിടെ നിൽക്കുകയാണ്. ആടൊക്കെ വീടെത്തി. ചെന്ന് അറ്റാക്കിയടാ. വേണ്ട. ഇവിടെ യാക്കുണ്ട്. യാക്കിന് പിടി. പിന്നെയും മാന്തുന്നു. മണ്ടേ കയറി ചാടി. ചേട്ടാ ഇത് വയസ്സായ സാബർട്ടൂത്താണെന്ന് എനിക്ക് സംശയമുണ്ട്. ചാടി കയറുന്നില്ല. ഇതെൻ്റെ സാബർട്ടൂത്ത് ഇങ്ങനല്ല. ഇവിടെ ഇത്രയും വലിയ ഷോ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് നിൽക്കുന്നു. ചാവ്. ആരാണത്? എൻ്റെ പൊന്നെ പിടിച്ച് കുടഞ്ഞളഞ്ഞ്. ഇതാണ് സാധനം. ഇതാണ് ഞാൻ നോക്കിയിരുന്നത്. ആ കോട്ടുവിടലൊക്കെ കണ്ട ലാസ്റ്റ് ഗർജനം. നൈസ്. ഇതാണ് ഞാൻ നോക്കിയത്. അവൻ്റെ മണ്ടേ ചാടി കയറി പിടിച്ച് കുടഞ്ഞണ്ട. അതാണ് ഞാൻ പറഞ്ഞ സാബർട്ടൂത്ത്. നൈസ്. ലാസ്റ്റത്തെ ആ കോട്ടുകയും കൂടെ ഒക്കെ അടിപൊളി. ഇനിയിപ്പോൾ പണി വലുതായിട്ട് എടുക്കണ്ട. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചേർക്കാൻ മറക്കണ്ട. അപ്പം സീ യു.